നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ അരിയിലേക്ക് വന്ന് ആ കൈയിലേക്ക് പിടിക്കുവാണ് രാധ കോടതിയെ വെച്ച്. പിന്നീട് വേദയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ ഓർത്ത് വിക്രത്തിനെതിരെ നീ സാക്ഷിമൊഴി പറയരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ ഒന്നും മിണ്ടാതെ രാധയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് രാധ പറഞ്ഞു, വേറൊന്നും കൊണ്ടല്ല, വിക്രം നിരപരാധിയാണ്, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. വിക്രം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ നിന്റെ കാല് പിടിക്കാന്ന് പറഞ്ഞ് ആ കാലിലേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് വേദ രാധയെ പിടിച്ചെഴുന്നേപ്പിച്ചു വെച്ചു. നീ എന്ത് പരിപാടിയാ രാധയെ കാണിക്കാൻ പോണെന്ന് ചോദിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല വേദ, ഇനി ഒരു കാരണവശാലും ഞാൻ വിക്രമേന്റെ പിന്നാലെ വരത്തില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വിക്രമേന്റെ പിന്നാലെ വന്നത്. ഇനി വരത്തില്ല, ആ വീടിന്റെ പരിസരത്തേക്ക് പോലും ഞാൻ വരത്തില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തതാണ്, വിക്രമേനെതിരെ മൊഴി കൊടുക്കാതിരിക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, നീ എന്തൊക്കെയാ രാധയെ പറയണെന്ന് ചോദിക്കുക. അതെ, ഞാൻ എന്റെ കുഞ്ഞുനാളിൽ മുതൽ വിക്രമേട്ടനെ സ്നേഹിച്ചു പോയതാ. ഇതിനു മുമ്പ് വിക്രമേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എത്ര നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയാവോ. പക്ഷേങ്കില് ഇപ്പോഴാണ്ട് വീണ്ടും അങ്ങനെ ഒരു സന്ദർഭമാണ് കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം. വിക്രമേട്ടൻ ജയിലിൽ കിടക്കാനായിട്ട് അതാ കാഴ്ച കാണാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് പാവത്തിനെ ഇനിയും ജയിലിലേക്ക് തള്ളി വിടല് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാകാൻ രാധെ, കുഞ്ഞുനാളിലെ മുതൽ നീ ഇഷ്ടപ്പെട്ടാണ് വിക്രത്തിനെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യം നമ്മളിങ്ങനെ ആക്കി. പക്ഷെ ഇനിയിപ്പോൾ അതിന്റെ പേരും പറഞ്ഞിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് സത്യം എന്ന് തോന്നുന്നു ഞാൻ ചെയ്യുള്ളൂ. സത്യത്തിന് നിരക്കാത്തായിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല. എനിക്ക് എന്റേതായ ഒരു മനസാക്ഷിയും അതിലൊരു കോടതിയുണ്ട്. കാരണം ഇപ്പൊ ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം, പിന്നീട് നിൽക്കത് മനസ്സിലായിക്കോളും എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് വേദ രാധേനെ നോക്കി. പിന്നീട് പറഞ്ഞു, മോളെയെല്ലാം പറയാണ്. അപ്പോഴേക്കും രാധ എന്ത് ചെയ്യാണ്, വേദനെ വിളിച്ചു, എടീന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും രാധയുടെ ഈ വിളി കേട്ട് കഴിഞ്ഞപ്പോ വേദ തിരിഞ്ഞു വന്നു. അതെ, ഇത് കോടതി പരിസരമൊക്കെ അറിയാലോ, അല്ലാതെ ഓട്ടോ സ്റ്റാൻഡ് അല്ല. ഇവിടെ മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് രാധയൊന്ന് നോക്കിയിട്ട് വേദ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം വേദയുടെ അടുത്തേക്ക് കമലയും ശ്രീജയും കൂടെ വരുവാണ്. പിന്നീട് കമല വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അതെ നിന്റെ അച്ഛമ്മയെ ഞാൻ വിളിച്ചു തരുന്നേ, നീ സംസാരിക്കുക, നിന്റെ അച്ഛമ്മയാന്ന് പറയാണ്. അങ്ങനെ സാഹവത്രി അച്ഛമ്മ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് വേദയ്ക്ക് കൊടുക്കുവാണ് കമല. പിന്നീട് വേദ ഫോൺ വാങ്ങി, പറയൂ അച്ഛമ്മ എന്ന് പറയണം. മോളെ നിനക്കറിയാലോ, നീ ഇന്ന് മൊഴി കൊടുക്കാനായിട്ട് പോയേക്കുക. പക്ഷെ ഒരു കാരണവശാലും വിക്രത്തിനെതിരായിട്ട് കൊടുക്കല്ലോ. നിന്റെ ഭർത്താവ് നീയും അവനും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടായി കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചേ. അവനോടൊപ്പം ജീവിച്ചു കാണണം നീ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവനെതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു, അച്ഛമ്മേ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായൊരു കാരണം കാണും, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നിരപരാധിയായ ഒരാളെ ഒരിക്കലും അവനെങ്കിലും ചെയ്യൂ, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ അവന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കൂടെ നശിച്ചു പോകും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞവൻ അവന്റെ മനസ്സ് നല്ലതാ, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ടാ പറഞ്ഞേ അവനെതിരെ മൊഴി കൊടുക്കരുത്. ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കോളം കൂടെ കട്ട് ചെയ്യണം. വേദ ഒരു നിമിഷം ആലോചിച്ചു. പിന്നീട് വേദയെടുത്ത് കമല പറഞ്ഞു, കേട്ടില്ല നിന്റെ അച്ഛമ്മ വരെ പറഞ്ഞേ, ഇനി എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചു. പക്ഷെ എന്റെ മോൻ നിരപരാധിയാ, അത് നീ മറക്കരുത് എന്ന് പറയണ. വേദയൊന്നും മിണ്ടിയില്ല. വേദ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വിക്രത്തിനെ കമല കാണുന്നത്. പെട്ടെന്ന് കമല വിക്രത്തിന്റെ ഇടയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് വിക്രം പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കാം. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോനെ എന്ന് പറയാ. എന്തിന്? ഇതിന്റെ പേരിൽ അമ്മ വേദയെ കുറ്റപ്പെടുത്താൻ നിൽക്കില്ലെന്ന് പറയാണ്. പിന്നല്ലാതെ അമ്മേ, അവള് പാവ, അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവള് ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യം. ഞാൻ ചെയ്ത കാര്യം ബാക്കിയുള്ളവർ വിളിച്ചു പറയാൻ മടിച്ചു. പക്ഷെ അവൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ 2 ദിവസം അങ്ങനെ സെല്ലിൽ കിടന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊന്നും സാക്ഷി പറയാത്തെന്നറിയാവും. അവർക്കൊക്കെ എന്നെ ഭയമാണ്, ഞാൻ അവരെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ടാണ്. പക്ഷെ വേദയ്ക്ക് ഭയമില്ല. അതുകൊണ്ടാണ് വേദ എനിക്കെതിരെ മൊഴി കൊടുക്കാൻ വരുന്നത്. അവള് മൊഴി കൊടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. മോനെ, അതല്ല, എന്തേലും ആ ചെറുക്കന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ നീ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ ആകത്തില്ലേ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറം എന്ന് പറയാണ്. എനിക്ക് നിന്നെ വേണമെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അമ്മ ഇങ്ങനെ കിടന്ന് വാശി പിടിച്ചാലോ, എന്താന്ന് വെച്ചാൽ സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ. അമ്മ ഇതിന്റെ പേര് ടെൻഷൻ അടിക്കല്, അവളെ കുറ്റപ്പെടുത്താനും നിൽക്കരുത് എന്നൊക്കെയാണ് വിക്രം പറയണേ. വിക്രത്തിനറിയാം കമല വെറുതെ വിടത്തില്ല. കാരണം വേദ വിക്രത്തിനായി മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ കമലയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അറിയാം.
പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അകത്തേക്ക് കയറി കോടതിക്കകത്തിരുന്നു. അപ്പത്തേനും കേസ് വിളിക്കുകയാണ്. ആദ്യം തന്നെ വിക്രത്തിന്റെ കേസാ വിളിച്ചേ. അങ്ങനെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പബ്ലിക് പ്രോസിക്യൂട്ടർ വന്ന് വാദിക്കാണ്ട് തുടങ്ങി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അതെ ഈ കേസ് വളരെ സിമ്പിളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, സിമ്പിളാണ് പിന്നെ കോടതിയിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, താൻ എന്റെ വിധിയും കൂടെ പറഞ്ഞുതരാം, ഞാനിവിടെ ഇരിക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ചീത്ത പറയണം. ഈ സമയത്ത് അയാൾ പറഞ്ഞു, സോറി സാറെന്ന് പറയണം. എന്നിട്ട് പറഞ്ഞു, അതെ ഈ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം എന്റെ കക്ഷിയായ വരുണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതി വിക്രം ശ്രമിച്ചതെന്ന് പറയണം. കൊല്ലുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. ഇതിന്റെ പിന്നെ വ്യക്തമായ കാരണം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേങ്കില് അയാളാണ് എന്റെ പ്രതിയെ ഈ വിധത്തിലാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോഴും എന്റെ കക്ഷിക്ക് ബോധമൊന്നും വീണിട്ടില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അയാൾ കുറെ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വിക്രത്തിനെതിരായിട്ടെല്ലാം പറയാണ്. അപ്പൊ ജഡ്ജ് അതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചാൽ ഇവനെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല, മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം, പറ്റുമെങ്കിൽ ജീവപര്യന്തരം. ഇനിയിപ്പം ആ എൻ്റെ ചെറുപ്പക്കാരൻ അയാളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാദിക്കുവാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ സമയത്ത് വേദ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് വിക്രത്തിന് വേണ്ടിയിട്ട് ശ്രീനിവാസന് ഏർപ്പാടാക്കിയ വക്കീൽ അങ്ങോട്ട് കയറി നിൽക്കുന്നത്. പിന്നീട് വക്കീൽ ഇങ്ങനെ പറയണം, ഇയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെല്ലാം ശുദ്ധ കള്ളത്തരമാണ്. എന്റെ കക്ഷിയായ വിക്രം അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു പോലും ഇല്ലായിരുന്നു പറയാണ്. എന്റെ കക്ഷി ആക്രമിച്ചെന്നല്ലേ പറയുന്നേ, എന്റെ കക്ഷി അവിടെ ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ എന്റെ കക്ഷി ആക്രമിക്കണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിക്രം വരെ ഞെട്ടിപ്പോയി. വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത്. പിന്നീട് കോടതിയോട് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ സംഭവം നടന്നു പറഞ്ഞ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച അവിടെ ഇഷ്ടംപോലെ വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാരും എല്ലാം ഉണ്ട്. ആ സമയത്ത് അത്ര ആൾക്കാർ കൂടെ നിൽക്കുന്ന സമയത്താണ് വിക്രം സുധാകരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരൊക്കെ കണ്ടല്ലേ. പക്ഷെ ഇത് അവരാരും കണ്ടിട്ടില്ലല്ലോ. എന്തിനേറെ പറയുന്നു, CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുപോലും ഇല്ലല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓപ്പോസിറ്റ് വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ CCTV ദൃശ്യങ്ങളൊക്കെ അതൊക്കെ എന്താണെങ്കിലും പേടിച്ചിട്ട് അവരൊക്കെ കൊടുക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് പേടി കാണുമായിരിക്കും വിക്രം സുധാകരൻ അവരെ എന്തെങ്കിലും ചെയ്യുമോന്ന്. ഇത്ര ക്രൗഡിന് മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് അവരത് പറയാതിരിക്കണമെങ്കിൽ അവർക്ക് പേടി കാണുമെന്ന് പറയണം. ഈ സമയത്ത് വിക്രത്തിന് വക്കീല് പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, എന്റെ കക്ഷി ആ ഭാഗത്ത് പോലും ഇല്ലായിരുന്നു, അതാണ് കാര്യം. എന്റെ കക്ഷി നിരപരാധിയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പോലീസും വിക്രവും തമ്മിലുള്ള ഒരു ഇതിന്റെ ബലമാണ് ഇപ്പൊ ഈ കെട്ടി ചമച്ച കേസാണിത്. അതുകൊണ്ട് എന്റെ പ്രതിയെ എന്റെ കക്ഷിയെ നിരപരാധികം വിട്ടയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിന്റെ വക്കീലും അങ്ങനെ പറയാണ്. ഈ സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഇവര് പറയുന്നതെല്ലാം ശുദ്ധ കള്ളത്തരമാണ്. കാരണം ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു സാക്ഷി പോലും വരാതിരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. എല്ലാവരും പേടിച്ചിട്ടാണ്. ഒരു പക്ഷെങ്കിൽ വിക്രം സുധാകരനോ അല്ലെങ്കിൽ അയാളെ നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തെയോ പേടിച്ചിട്ടായിരിക്കും ആൾക്കാർ മുന്നോട്ട് പോയാൻ ഭയക്കുന്നത്. പക്ഷെ ഈ സമയത്ത് അയാൾക്കെതിരായിട്ട് മൊഴി കൊടുക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, ഒരു സാക്ഷി ഉണ്ടെന്ന് പറയണം. ഇതാ പറഞ്ഞ എല്ലാ പഴുതുകളും അടിച്ചാലും എവിടെയെങ്കിലും ഒരു ലൂപ്പ് കോള് തുറന്നു വരുമെന്ന് പറഞ്ഞവർക്ക് അതിനായിട്ട് ഒരു സാക്ഷി ഇവിടെ ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ പറഞ്ഞു, ശരി സാക്ഷിയെ വിസ്തരിച്ചോളാൻ പറയണം. അങ്ങനെ വേദ അങ്ങോട്ടേക്ക് വിളിപ്പിക്കണം. വേദ ഇങ്ങോട്ട് വന്ന് നിന്നു, കൂട്ടിലേക്ക് ഇന്നിങ്ങനെ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശങ്കരനാരായണൻ വേദയെ നോക്കുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ വേദയുടെ മുന്നിലേക്കാണ്. കാരണം വേദ എന്താ പറയണേ, വേദ വിക്രത്തിനെതിരായിട്ടാണോ മൊഴി കൊടുക്കുന്നത്, അതോ ഇനി വിക്രത്തെ അനുകൂലിച്ചാണോ മൊഴി കൊടുക്കണേ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഇന്ന് വേദ മൊഴി കൊടുത്തിട്ടില്ല, വൈകുന്നേരമാണ് വേദയുടെ ആ സുപ്രധാനമായിട്ട് ആ മൊഴി വരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.